കല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് എല്ലാ കാബത്തിൻ്റെ 4 ഭാഗവും കെട്ടി. അപ്പം ഈ കല്ലിലേക്ക് ചവിട്ടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലിൻ്റെ വിരലിൻ്റെ അടയാളം എവിടെയുണ്ട്? കല്ലിലുണ്ട്. അതിനെയാണ് മഖാം ഇബ്രാഹിം എന്ന് പറയുന്നുള്ളത്. അതിൻ്റെ പിന്നിലാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞത്. അവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിൽ വെച്ച് തവാഫ് നിസ്കരിക്കുന്നല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിയുന്നത് അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് കാബ മുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തവാഫിൻ്റെ നിയ്യത്ത് വെക്കാൻ കഴിയില്ല. സുന്നത്തായ തവാഫിൻ്റെ വെറുതെ ഇങ്ങനെ ചുറ്റാവും 2 പ്രാവശ്യം. അപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ടാകുമ്പോൾ അതേടുക്കെത്തി കാബത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. നിയ്യത്ത് വെച്ചങ്ങ് അങ്ങനെ കഴിയില്ല. നിയ്യത്ത് വെച്ചങ്ങ് അതിനെ കാബ തൊടാൻ പാടില്ലല്ലോ. ഇപ്പം ഞങ്ങൾ ഇന്ന് ചവിട്ടിയില്ലേ, ആ ചവിട്ടിയ ആ കാലിൻ്റെ അടിയിൽ മാർബിൾ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ 300ഓളം അമ്പിയാക്കളുടെ അവരുടെ രക്തത്തിൻ്റെ കറയുണ്ടതിൻ്റെ ഉള്ളിൽ. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടത്തേക്ക് ചവിട്ടുമ്പോൾ അവൻ്റെ കൽബിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ആനന്ദം കടന്നു വരുന്നുള്ളത്. കാരണം നീ ചവിട്ടുന്നത് അതിൻ്റെ അടിയിൽ അമ്പിയാക്കളുടെ രക്തത്തിൻ്റെ കറയുണ്ട്. 1ഉം 2ഉം നബിമാരല്ല, 300ഓളം നബിമാരുണ്ട്. അവർ മരിച്ചത് എങ്ങനെയെന്നറിയോ? പട്ടിണി കാരണം കൊണ്ട് മരണപ്പെട്ടു പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശൈബ് അബീ ത്വാലിബിൽ, ഞാൻ മറ്റൊന്ന് കാണിച്ചു തരും. ശൈബ് അബീ ത്വാലിബിൽ 36 മാസം 3 വർഷം കഠിന തടവിലിട്ടിട്ടുണ്ട്, ഒരു മുറുക്ക് വെള്ളം കൊടുക്കാതെ. കഅബാലയത്തിൻ്റെ ചുമരിൽ ഫ്ലക്സ് ബോർഡ് മുശ്രിക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദിനും അനുയായികൾക്കും വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന്. ആ സമയത്തിൽ സ്വഹാബികൾ ചോദിച്ചു, നബിയെ നമുക്കവരോട് യുദ്ധം ചെയ്യാമല്ലോ? അള്ളാൻ്റെ പ്രവാചകരുടെ ചൂണ്ടുവിരൽ നിവർന്നത് ഇന്ന് ഞങ്ങൾ തവാഫ് ചവിട്ടി തവാഫ് ചെയ്ത ആ നമ്മുടെ പാദം കാല് പതിഞ്ഞ മണ്ണിലേക്കാണ്. അള്ളാൻ്റെ പ്രവാചകർ പറഞ്ഞു സഹാബത്തെ പട്ടിണി കൊണ്ട് ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഭക്ഷണമില്ലാതെ മരിച്ചുപോയ ഒരുപാട് അമ്പിയാക്കളുടെ ഖബർ അവിടെയുണ്ട്. അള്ളാഹു നമുക്കതിൻ്റെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം ഇൻഷാ അള്ളാഹ് ഇതൊക്കെ